ഇന്ന് നമുക്ക് അമൃതം പൊടി കേക്കാണ്. അതിനായിട്ട് ശർക്കര, അമൃതം പൊടി, 2 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ശർക്കര പാനി തയ്യാറാക്കാൻ ശർക്കരയിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ഇനി അടുപ്പത്ത് വെച്ച് നല്ല രീതിക്ക് ലോ ഫ്ലെയിം ഇട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. നമുക്കിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് കുറുവി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി മാറ്റി വയ്ക്കുക. അടുത്തതായി നമുക്ക് മാവരിക്കാം. അതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മൾ 2 കപ്പ് മാവാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 2 വട്ടം നിങ്ങൾ മിക്സ് ചെയ്യണം. ഇനി 2 മുട്ട എടുത്ത് അതിൻ്റെ മഞ്ഞയും വെള്ളയും തിരിക്കുക. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് വാനില എസൻസ് ഇട്ട് 5 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏലക്കായും ഇടാവുന്നതാണ്. അതേപോലെ തന്നെ മുട്ടയുടെ വെള്ളയും നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റ് ചെയ്ത വെള്ളയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 10 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ചൂടാറിയ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി അരിച്ചെടുത്ത മാവിലേക്ക് മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും ശർക്കരപ്പാനിയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇടത്തോട്ട് തന്നെ എപ്പോഴും മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി ഓയിൽ തടവിയ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അത് നന്നായി ടാപ്പ് ചെയ്യുക. അകത്തുള്ള കുമിളകൾ, മാവിനകത്തുള്ള കുമിളകൾ പുറത്തു വരാനായിട്ടാണ് നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്നത്. അതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇടാം. ഇനി നമ്മൾ അടുപ്പിലാണ് കുക്ക് ചെയ്യണത്. കുറച്ച് നേരം ചൂടാക്കിയതിന് ശേഷം മാത്രം അടുപ്പിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് ഗ്യാസിലും ചെയ്യാവുന്നതാണ്. 45 മിനിറ്റാണ് നമ്മൾ ഈ അടുപ്പിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. ഗ്യാസിലും ആ ടൈം മതി. 45 മിനിറ്റ് കുക്ക് ചെയ്ത നമ്മുടെ കേക്ക് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ റിസൾട്ട്. അമൃതം പൊടി കുറുക്കി കുടിക്കാൻ ഇഷ്ടമല്ലാത്ത മക്കൾക്കൊക്കെ അമ്മമാർക്ക് ഈ കേക്ക് റെഡിയായി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും ഹെൽത്തിയുമാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.